തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എതിർ സ്ഥാനാർത്ഥിക്ക് മേൽക്കോയ്മ ഉറപ്പിക്കാൻ മര്യാദയുടെ സീമകളെല്ലാം കടന്ന് സർവ്വതന്ത്രങ്ങളും പയറ്റുന്ന അശ്ലീല കാഴ്ച കേരളത്തിലും സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. ആധുനികകാല സൈബർ ഇടങ്ങളിലെ വ്യക്തിഹത്യ ഒരു നാൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. വിശേഷിച്ചും സ്ത്രീകൾക്കു നേരെയുള്ള അശ്ലീല ചുവയുള്ള ചിത്രങ്ങളും പരാമർശങ്ങളും അവനവന് നേരെ വരുമ്പോൾ മാത്രം വേദനിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കൊണ്ട് നിറഞ്ഞ സമൂഹമാണ് കേരളം. പതിവ് പോലെ എല്ലാ പക്ഷവും ചാരിത്രശുദ്ധി വിളിച്ചു പോകുന്നു. ഇരയാക്കപ്പെട്ടവർ കരയുന്നു, മറ്റു ചിലർ ചിരിക്കുന്നു. ഇന്നലെ ചിരിച്ചവർ ഇന്നു കരയുന്നു എന്ന വ്യത്യാസം മാത്രം. ആർക്കും സംഭവിച്ചുകൂടാത്തതാണിത്. വടകരയിലെ പോരാട്ടം എപ്പോഴും വീറും വാശിയോടുമുള്ളതായിരിക്കും. അതിന് കാരണവുമുണ്ട്. മുമ്പത്തേക്കാളേറെ പോരാട്ട വീര്യമാകും ഇത്തവണ ഉണ്ടാവുക എന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴേ കരുതിയതാണ്. അങ്കക്കലി പൂണ്ട് സൈബർ ഇടങ്ങളിൽ ഇല്ലാ കഥകൾ മെനഞ്ഞ് വിജയിക്കാനും പരാജയപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾക്ക് വൈരാഗ്യത്തിൻ്റെ പല വശങ്ങളുമുണ്ടാകും. എന്നാൽ ഇത് ശരിയായ പാതയല്ല. അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഈ വൈരാഗ്യം പല തലങ്ങളിലേക്ക് പടരും. കൊണ്ടവരും കൊടുത്തവരും നിസ്സാരക്കാരല്ല എന്നതു തന്നെയാണ് കാരണം. എത്രയും വേഗമുള്ള പരിഹാരമാണ് നമ്മുടെ സ്വസ്ഥതയ്ക്ക് ആവശ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉറച്ച നിലപാടുകൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ നാട് കുട്ടിച്ചോറായേനെ. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഇതിനോടകം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 200ഓളം പരാതികൾ എത്തിയിട്ടുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം കേസുകളിലും നടപടിയും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പരാതികളും പരിഹാരവും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്കു നേരെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾ പാർട്ടിയും ജാതിയും മതവും ഒക്കെ നോക്കി മാത്രം പിന്തുണയ്ക്കുന്നതിലെ പതിവ് ശൈലിയാണ് കേരളത്തിൽ. അവർക്കെതിരെയുള്ള ഇത്തരം വൈകൃതങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടാൻ സ്ത്രീകൾ പോലും തയ്യാറല്ലാത്ത അവസ്ഥ. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി മാത്രമേ ശരിതെറ്റുകൾ വിളിച്ചു പറയാനാകൂ എന്ന ഗതികേട്. ഇത് മുതലെടുത്ത് സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും സൈബർ ഇടങ്ങളിൽ വലിച്ചു കീറപ്പെടുന്നു. സർവ്വമേഖലകളിലെയും സ്ത്രീകൾ സൈബർ ഇടങ്ങളിലെ വൃത്തികേടിന് ഇരയാകുന്നുണ്ട്. കണ്ടും കേട്ടും വായിച്ചും ചിരിക്കുന്നവർ അറിയുന്നില്ല നാളെ ഞാനോ എൻ്റെ ബന്ധുമിത്രാദികളോ ഇരയാക്കപ്പെടുമെന്ന്. കേരളത്തിൽ സ്ത്രീകൾക്കു നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളുടെ കഥ പറയാൻ നിന്നാൽ തീരില്ല. അത്രമേലധികമാണത്. പെൺപിള്ളയെ ഒരുമായി സമരം നടക്കുന്ന സമയത്തുൾപ്പെടെ എം മണി പലപ്പോഴായി പല സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത്, VS അച്യുതാനന്ദൻ സിന്ധു ജോയിയെക്കുറിച്ച് പറഞ്ഞത്, സിനിമാ നടി പ്രവീണ സൈബർ ഇടങ്ങളിൽ ഇരയാക്കപ്പെട്ടത്, ലതിക സുഭേഷിനെ കുറിച്ച് പറഞ്ഞത്, സിന്ധു സൂര്യകുമാർ, നിഷ പുരുഷോത്തമൻ തുടങ്ങി എത്രയോ മാധ്യമപ്രവർത്തകർ നേരിട്ട ആക്രമണങ്ങൾ, അച്ചുവുമ്മനെക്കുറിച്ച്, രമ്യ ഹരിദാസിനെക്കുറിച്ച് വിജയരാഘവൻ പറഞ്ഞത്, ഇപ്പോൾ KK ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ നീളുകയാണ് പട്ടിക. വ്യക്തി അധിക്ഷേപം, അശ്ലീല പരാമർശങ്ങൾ, ലൈംഗിക അധിക്ഷേപം എന്നിങ്ങനെ ചെറിയ പെൺകുട്ടികൾ മുതൽ വയസ്സു ചെന്ന സ്ത്രീകളെ വരെ സൈബർ ഇടങ്ങളിൽ കൊത്തിപ്പറിക്കുമ്പോൾ നമ്മളിൽ പലരും പക്ഷം പിടിച്ച് മൗനം പൂണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ശൈലജ ടീച്ചറെ എന്നല്ല മറ്റാരെയും രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് നേരിടാം. പക്ഷേ സൈബർ ഒളിയിടങ്ങളിലിരുന്ന് കരിവാരി തേക്കുന്നതിനുള്ള ശ്രമങ്ങൾ സംസ്കാര സമ്പന്നമായ ഒരു ജനതയ്ക്ക് ഭൂഷണമല്ല. എതിരാളിയോടുള്ള പകയും അസൂയയും വെറുപ്പും നിലവാരമില്ലാത്ത പരാമർശങ്ങളായി സൈബർ ഇടങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. അവരുടെ കരച്ചിൽ കേരളത്തിൽ പതിവായി തീരുന്നു. എതിരാളികൾ ഇത് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പോലും പറയുന്നുള്ളൂ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് എന്നേ കരുതാനാകൂ. അവരവരുടെ പക്ഷത്തു നിന്നു മാത്രം ചിന്തിക്കുന്നവർ. നമ്മളെല്ലാം അങ്ങനെയാണ്. അതിൻ്റെ ശിക്ഷ നാം അനുഭവിച്ചേ മതിയാവൂ. അതാണിപ്പോൾ നടക്കുന്നതും. സമഗ്രമായ ഒരു നിയമം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണം. അതിന് രാഷ്ട്രീയ നേതൃത്വം മുൻകൈയെടുക്കണം. അല്ലെങ്കിൽ സൈബർ ഇടങ്ങളുടെ ഈ ആധുനിക കാലത്ത് ആൺ പെൺ ഭേദമില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം വിവസ്ത്രരാക്കപ്പെടും. ഏതെങ്കിലും ഒരു മനോരോഗി എവിടെയോ ഇരുന്ന് ചെളിവാരി എറിയുന്നതിൻ്റെ ചീത്തപ്പേര് പേറാൻ മറ്റാരെങ്കിലും വിധിക്കപ്പെടും. സമൂഹത്തിൻ്റെ ആരോഗ്യം നശിക്കും. ആസൂത്രിതമായ ആക്രമണങ്ങൾ പോലും സൈബർ ഇടങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല മറ്റൊരു സമയത്തും തന്നെ ആരും ഇപ്രകാരം ഇരയാക്കപ്പെട്ടുകൂടാ. പരാതി നൽകി കഴിഞ്ഞാൽ പലപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് പതിവ്. സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാലങ്ങളെടുക്കും, തെളിവുകൾ ശേഖരിക്കാൻ സമയമെടുക്കും എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജ ടീച്ചറെ പോലെ പ്രശസ്തയായ ഒരു സ്ത്രീ പരാതിപ്പെട്ടിട്ട് പോലും പരാതി ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? നാട്ടിലെ അവസ്ഥ ഇതാണ്. പ്രശസ്തരായ വ്യക്തികൾ ഇരയാക്കപ്പെടുമ്പോൾ മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളർന്നു വരുന്ന ഇത്തരം സംസ്കാരശൂന്യതയെ നാം ഗൗരവമായി ചർച്ച ചെയ്യുന്നുള്ളൂ. ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന എത്രയോ നിരവധി കേസുകളുണ്ട്. സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും പദവിയോ മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളോ പ്രകാരമല്ല അളക്കേണ്ടത്.
33% വനിതാ സംവരണം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുരുഷ മേൽക്കോയ്മ കൊണ്ട് സമ്പന്നമാണ്. അധികാര സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്ന വനിതകളുടെ എണ്ണം ഇപ്പോഴും പര്യാപ്തമല്ല. പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ വനിതകളുടെ എണ്ണം വർദ്ധിച്ചു വന്നാൽ ഒരുപക്ഷെ ഇത്തരം നീച പ്രവൃത്തികൾക്ക് തടയിടാൻ അവർക്ക് കഴിഞ്ഞേക്കും. അതുണ്ടാവട്ടെ.